പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജീവനമായ അങ്ങനെ ശരീരവും നൽകി ഞങ്ങളെ പ്രബോധിപ്പിക്കുന്നതിനോട് ഞങ്ങളെ
പഠിപ്പിക്കുവാനും സത്യത്തിന്റെ നയിക്കുവാനും എന്ന പുസ്തകത്തിൽ പരിശുദ്ധാത്മാവിനെ നൽകിയ അങ്ങേ ഞങ്ങൾ നന്ദി പറയുന്നു. ആത്മശരീര നൈപുണ്യത്തോടെ ദൈവികരഹസ്യങ്ങളും ചെയ്യുവാൻ കരകിലാനിലെ കാര്യങ്ങളെ പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്റെ ശത്രുക്കളുടെ മുൻപിൽ വെച്ച് തന്നെ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശിരസ് ധൈര്യം കൊണ്ട് പൂശുന്നു, എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം എന്നെ അനുഗമിക്കും. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളെ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാവിനെ പ്രകാശിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാവുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാനിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നടന്നുകൊണ്ടു നിൽക്കുന്ന സഭയെ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനോ ഉൾപ്പെടുത്തുവാനോ ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. അങ്ങയുടെ സ്വഭാവത്തിന് ദുരിതം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഈജിപ്തിൽ വെച്ച് മോശയോടും ആരോണോടും അരുളി ചെയ്തു, ഈ മാസം നിങ്ങൾക്ക് വർഷത്തിന്റെ ആദ്യ മാസമായിരിക്കണം. ഇസ്രായേൽ സമൂഹത്തോട് മുഴുവൻ പറയുവിൻ, ഈ മാസം 10-ാം ദിവസം ഓരോ കുടുംബത്തലവനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതിയിരിക്കണം. ഒരു വീടിനെ ഒരു ആട്ടിൻകുട്ടി വീതം. ഏതെങ്കിലും കുടുംബം ഒരു ആട്ടിൻകുട്ടിയെ മുഴുവൻ ഭക്ഷിക്കാൻ മാത്രം വലുതല്ലെങ്കിൽ ആളുകളുടെ എണ്ണം നോക്കി അയൽ കുടുംബത്തെയും പങ്കുചെടുക്കട്ടെ. ഭക്ഷിക്കാനുള്ള കഴിവ് പരിഗണിച്ച് വേണം ഒരാടിന് വേണ്ട ആളുകളുടെ എണ്ണം നിശ്ചയിക്കാൻ. കോലാടികളിൽ നിന്നോ ചെമ്മരാടികളിൽ നിന്നോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്തുകൊള്ളുക. എന്നാൽ അത് 1 വയസ്സുള്ളതും ഊനമറ്റതുമായ മുട്ടാടായിരിക്കണം. ഈ മാസം 14-ാം ദിവസം വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സമൂഹങ്ങൾ അത് തങ്ങളുടെ ആട്ടിൻകുട്ടികളെ സന്ധിക്ക് കൊല്ലണം. അതിന്റെ രക്തത്തിൽ നിന്ന് കുറച്ചെടുത്ത് ആടിനെ ഭക്ഷിക്കാൻ കൂടിയിരിക്കുന്ന വീടിന്റെ 2 കട്ടിടകാലുകളിലും മേൽപ്പടിയിലും പുരട്ടണം. അവർ അതിനെ മാംസം തീയിൽ ചുട്ട് പുളിപ്പില്ലാത്തപ്പവും കൈപ്പുള്ള ഇലകളും കൂട്ടി അന്ന് രാത്രി ഭക്ഷിക്കണം. ചുട്ടല്ലാതെ പച്ചയോ വെള്ളത്തിൽ വേവിച്ചോ ഭക്ഷിക്കരുത്. അതിന്റെ മുഴുവനും തലയും കാലും ഉൾഭാവവും അടക്കം ചുട്ടു ഭക്ഷിക്കണം. പ്രഭാതമാകുമ്പോൾ അതിൽ യാതൊന്നും അവശേഷിക്കരുത്. ഏതെങ്കിലും മിച്ചം വന്നാൽ തിരികെ ദഹിപ്പിക്കണം. ഇപ്രകാരമാണ് അത് ഭക്ഷിക്കേണ്ടത്. അരിമുറുക്കി ചെരുപ്പുകളിൽ വടി കൈയിലേന്തി തിരുക്കത്തിൽ ഭക്ഷിക്കണം. കാരണം അത് കർത്താവിന്റെ പ്രസംഗമാണ്. ആ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകും. ഈജിപ്തിലെ മനുഷ്യരെയും മൃഗങ്ങളെയും ആദിജാതരെയെല്ലാം ഞാൻ സംഹരിക്കും. ഈജിപ്തിലെ ദേവന്മാർക്കെല്ലാം എതിരെ ഞാൻ ശിക്ഷാവിധി നടത്തും. ഞാനാണ് കർത്താവ്. കട്ടലയിലെ രക്തം നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നതിന്റെ അടയാളമായിരിക്കും. അത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നു പോകും. ഞാൻ ഈജിപ്തിൽ പ്രഹരിക്കുമ്പോൾ ആ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയില്ല. ഈ ദിവസം നിങ്ങൾക്കൊരു സ്മരണ ദിനമായിരിക്കട്ടെ. ഇത് തലമുറത്തോറും കർത്താവിന്റെ തിരുനാൾ നിങ്ങൾ ആചരിക്കണം. ഇത് നിങ്ങൾക്ക് എന്നേക്കും ഒരു കൽപ്പനയായിരിക്കും. ദൈവമായ കർത്താവിന്റെ സ്തുതി. ദൈവമായ
മുഴുവനും അങ്ങനെ കാരണത്താലും അനുഗ്രഹത്താലും സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം 11 അധ്യായം 23 മുതൽ 37 വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ വരവേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്: കർത്താവായ യേശു താൻ ഒറ്റപ്പെടുത്തപ്പെട്ട രാത്രി അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിനു ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരമാണ്, എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്തേ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രമെടുത്ത് അരുളി ചെയ്തു, ഇതെന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എന്റെ ഓർമ്മയ്ക്കായി ചെയ്തേ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യേകമാണ് വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തന്മൂലം ആരെങ്കിലും അനീതിയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആനുശോചനം ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്നെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നതിനും ചിലർ മരിച്ചുപോയതിനും കാരണം ഇതാണ്. യേശു ജെറുസലേമിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവൂസിനെതിരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചിത്രക്കാരെ പ്രധാനം ധനികനുമായിരുന്നു. യേശു ആരിൽ കാണുവാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്ന ജനത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നു. യേശുവിനെ കാണുവാൻ വേണ്ടി അവൻ മുൻപേ പോയി ഒരു സിദ്ധമോ തലത്തിൽ കയറിയിരുന്നു. യേശു അതിനെയാണ് കടന്നു പോകുവാനിരുന്നത്. അവിടെ അവൻ മുന്നിലേക്ക് നോക്കിക്കടന്ന് സക്കേവൂസ് വേഗം കടങ്ങില്ല, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കുകയും. അവൻ ഗൃഹത്തിൽ അടിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. നിരന്തപ്പോൾ അവരെല്ലാവരും വെറുത്തു. ഇവൻ ഭാവിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നത്. സക്കേവൂസിനെ പറഞ്ഞു, കർത്താവേ, എന്റെ സ്വത്തിൽ പകുതിയെ ഞാൻ ദരിദ്രർക്ക് കൊടുത്തു. ആരെങ്കിലും വഹിച്ചെടുക്കുകയെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രാഹാമിന്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കുവാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. കൊച്ചു കുഞ്ചികളോട് തന്നെ നമുക്ക് സേവനിക്കും. കാരണം എന്നെപ്പോഴും ഓർമ്മകളോടുകൂടി സൂക്ഷിച്ചു വയ്ക്കുന്ന ചിത്രങ്ങളാണ്. പട്ടം കെട്ടി ആൽബമോ അടിച്ച് കയ്യിലേക്ക് വന്നപ്പോൾ എല്ലായ്പ്പോഴും അച്ഛൻ്റെ മുഖം ഭയങ്കര സീരിയസ് ആയിരുന്നു. പുഞ്ചിക്കുന്ന മുഖത്തോടുകൂടി തന്നെ എല്ലാവർക്കും ഇരിക്കും. കാരണം എന്നും എപ്പോഴും സൂക്ഷിച്ചു വയ്ക്കുന്ന ചിത്രങ്ങളാണ് നമ്മുടെ കുർബാന സ്വീകരണത്തിൻ്റെ ഫോട്ടോസ്. ഈ തിരുവഴിക്ക് ശേഷം നമ്മളെല്ലാവരും ഇതിൻ്റെ ഒരു സന്തോഷത്തിലേക്ക് പ്രവേശിക്കും. വീട്ടുകാരെല്ലാവരും ഒത്തുകൂടി അവരുടെ സന്തോഷം പങ്കിടും.
ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളിൽ സഖ്യവൂസ് എന്ന പേരിന്റെ അർത്ഥം ചെറിയവൻ, നിസ്സാരൻ എന്നാണ്. അതുകൊണ്ടാണല്ലോ സഖ്യവൂസ് യേശുവിനെ കാണാനായി മുംബൈയിലൂടെ ഒരു സിക്കമൂർ മരത്തിൽ കയറിയത്. കാരണം അവന് ദുഃഖം കുറവായിരുന്നു. സഖ്യവൂസിനെ പേര് ചൊല്ലി വിളിക്കുകയാണ്, സഖ്യവൂസ് വേഗം ഇറങ്ങി പോകാം, ഇന്ന് എനിക്ക് ഇവന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അതിലേറെ സന്തോഷത്തോടുകൂടി ഇന്ന് എന്റെ ഭവനത്തിലേക്ക് വരാനും കൂടി ആ അതിഥി തയ്യാറാവുകയാണ്. ഇതുവരെ ഞാൻ വച്ചിച്ചെടുത്ത പണം മുഴുവൻ ദരിദ്രർക്ക് ഞാൻ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു മാനസാന്തരത്തിന്റെ പാതയിലേക്ക് സഖ്യവൂസ് വീണ്ടും ഇറങ്ങി വരികയാണ്. അവർക്ക് സംഭവിക്കുന്നതും ഈ ഒരു കയറ്റ ഇറക്കം തന്നെയാണ്. ഈ മരത്തിന്റെ മുകളിൽ നിന്ന് കയറി വീണ്ടും മരത്തിൽ നിന്ന് ഇറങ്ങുന്നത് മാനസാന്തരത്തിന്റെ പാതയിലേക്കാണ്, ക്രിസ്തുവിന്റെ ശിഷ്യനാകാനുള്ള ആ ജീവിതത്തിലേക്കാണ്. അതുകൊണ്ടാണ് ഫരിസേയർ ചോദിക്കുന്നത്, ഇവന് പാപികളുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നു, പാപിയുടെ വീട്ടിൽ നിന്ന് വീഴുന്നു. കാരണം അവർക്കൊന്നും അത് സഹിക്കാൻ സാധിക്കുന്നില്ല. കാരണം സമൂഹത്തിൽ തന്നെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളപ്പെട്ട ഒരു വ്യക്തിയായിട്ട് ഈ സഖ്യവൂസിനെ ചിത്രീകരിച്ചത്. വീണ്ടും ഈ സഖ്യവൂസിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സഖ്യവൂസിന്റെ മാനസാന്തരമാണ് നമ്മൾ പിന്നീട് അവിടെ കാണുന്നത്. അപ്പൊ നമ്മുടെ ജീവിതമായിട്ട് തട്ടിക്കുമ്പോൾ സഖ്യവൂസ് ആരായിരുന്നു? എല്ലാവരും വെറുക്കപ്പെട്ടവനായിരുന്നു, പാപിയായിരുന്നു, പാപിയിൽ ബന്ധപ്പെടുത്തപ്പെട്ടവനായിരുന്നു. ഇതുപോലൊരു പിന്നാമ്പുറം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒത്തിരിയേറെ വീഴ്ചകളുടെ ജീവിതം, പാപത്തിൽപ്പെട്ട ജീവിതം. നമ്മൾ കുട്ടികളോട് പറയും, ചിലപ്പോഴൊക്കെ മാതാപിതാക്കൾക്ക് കുട്ടികളെ സ്കൂളിലേക്ക് പഠിപ്പിക്കുമ്പോൾ കുറച്ച് മാതാപിതാക്കൾക്ക് ഒത്തിരി സന്തോഷമാണ്. കാരണം കുട്ടികളെ കുറിച്ച് തന്നെ കേൾക്കും എന്നുള്ളൊരു ആഗ്രഹം.
ചെയ്യുന്നു. നിങ്ങളുടെ മാംസീസാദൃശം, നിങ്ങളുടെ നരകത്തവനും നരകത്തമയും നിങ്ങൾക്ക് വേണ്ടി വിശ്വാസത്തിൻ്റെ പറഞ്ഞ് ഈ ആഘോഷമായ വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ തിരുശരീരങ്ങൾ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ തന്നെ കത്തോലിക്ക സഭയുടെ വിശ്വാസ രഹസ്യങ്ങൾ ഏറ്റുപറയുവാനായിട്ട് ഇപ്പോൾ പോവുകയാണ്. സർവശക്തനും പിതാവും ദൃശ്യവും അദൃശ്യവുമായ സകലത്തിലെയും സൃഷ്ടാവുമായ ഏകദൈവത്തിൽ നീ വിശ്വസിക്കുന്നുവോ? ദൈവത്തിന്റെ ഏകോത്തരനും സകലസൃഷ്ടികൾക്ക് മുൻപുള്ളാദിയാകും യുഗങ്ങൾക്കെല്ലാം മുൻപിലാകും ജനിച്ചവനും എന്നാൽ സൃഷ്ടികളാത്തവനും ഏകകർത്താവുമായി യേശുവായി നീ വിശ്വസിക്കുന്നുവോ? അവിടുന്ന് സത്യത്തിലുള്ള സത്യദൈവവും പിതാവിനോട് ഏകസത്യമാകുന്നതിനും അവിടുന്ന് വഴികളും സംവിധാനം ചെയ്യുകയും എല്ലാം സൃഷ്ടിക്കുകയും ചെയ്തുവെന്ന് നീ വിശ്വസിക്കുന്നുവോ? മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധകന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി വന്നെന്ന് നീ വിശ്വസിക്കുന്നുവോ? അവിടുന്ന് കാലത്ത് പീഡനം സഹിക്കുകയും സ്ത്രീവായിപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തുകയും ചെയ്തുവെന്ന് നീ വിശ്വസിക്കുന്നുവോ? അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് പിതാവിനെ വെറുവാതിരിക്കുമെന്നും മരിച്ചവരെയും ജീവിക്കുന്നവരെയും ജീവിക്കുവാൻ വീണ്ടും വരുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? പിതാവിനും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ നീ വിശ്വസിക്കുന്നുവോ? ഏകവും പരിശുദ്ധവും സ്നേഹവും സാധുത്വവുമായ സഭയിൽ നീ വിശ്വസിക്കുന്നുവോ? പാപമൂലമായി ശരീരത്തിന്റെ ഉയർത്തും നിത്യായുഷ്യം നീ വിശ്വസിക്കുന്നുവോ? നിങ്ങൾ ഏറ്റുപറഞ്ഞ ഈ വിശ്വാസമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ഭക്ഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അംഗീകരിക്കുകയെന്ന് പറയുന്നു. ഇളയ വിശുദ്ധനെ ശരീരക്കാവുന്ന ദിവസങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അമ്മമാരുടെ ആഗ്രഹത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടുള്ള വിശ്വാസം ഉയർന്നു ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അമ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ സ്തുതിയും ബഹുമാനം നിറഞ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും നമുക്കെല്ലാവർക്കും ആകർഷണം കൂടെ കരുതുന്നവരെയും അടുത്തുവശിക്കുകയും ചെയ്യാം. എല്ലാവർക്കും പുറത്തുനിന്ന് ഒരു വർഷമാണെന്നവരെ സൂക്ഷിക്കുകയും Oh
എന്തുകൊണ്ടെന്നാലും ലോകത്തെയും അതുള്ള സകലത്തെയും എന്നോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടെ അവർ പ്രമാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മഹോന്നതനായ കുമ്പിട്ട് ആരാധിക്കുന്നു. ആത്മയന്മാരുടെ സ്വർഗീയ സൈന്യങ്ങളെ നാം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരമായ കുറവന്മാരും ശ്രാപ്യന്മാരും ചേർന്ന് നാഥനായി അവർ ആരാധന സമർപ്പിച്ച് ഉയർന്ന സ്വരത്തിൽ സ്തുതിഗീതങ്ങൾ പാടുന്നു. സമൂഹത്തിലെ ഓരോരുത്തർക്കും വിശുദ്ധ കുർബാന ആഘോഷമായിട്ട് സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും Amen.
കാലം ഞങ്ങൾ ലഭിക്കുന്നു. ഞങ്ങളുടെ വിശ്വസിയായി നിന്റെ പരിശുദ്ധിയും ധാരാളമായിട്ട് ആരാധനയും പോരാടണമേ. സജീവമായ യഹോവ സ്വർഗ്ഗത്തിൽ ഇറങ്ങിയതും ലോകത്തിലുള്ളവയും ജീവൻ നൽകുന്നു. ഇത് വർഷിക്കുന്നവരില്ല രക്ഷിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരങ്ങളിലാകുന്നു. You
ജീവനന്ദയുമായ ഈ ദിവസം ശ്രമിച്ച് ഇത് പങ്കുവാൻ ഈ ഒരാൾക്കും ഇവിടെ തന്നെ സ്തുതിയെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ചൊല്ലിത്തരുന്ന പ്രാർത്ഥനകൾ ഏറ്റുചൊല്ലുക. അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യങ്ങളിൽ സ്വന്തം ശരീരങ്ങൾ ഞങ്ങൾക്ക് ആത്മീയ ഭോജനമായി നൽകിയ കർത്താവെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു, നന്ദി പറയുന്നു. വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സംഭരിച്ചു ഞങ്ങളെ അങ്ങയുടെ സ്നേഹത്തിൽ നിലനിർത്തണമേ. ആയുള്ള വിശ്വാസവും ഞങ്ങൾക്ക് നൽകണമേ. സ്നേഹമുള്ള ഈശോയെ, അങ്ങയെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മാസത്തിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിച്ചു കൊള്ളാമെന്നോ ഞായറാഴ്ചകളിലും കടപ്പെട്ട ദിവസങ്ങളിലും വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. ഞങ്ങളുടെ ഭവനങ്ങളിലും ഇടവകയിലും സഭയിലും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും വാഹകരായി ധ്യാനിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. അങ്ങയുടെ ആത്മാവിനാൽ നയിക്കപ്പെട്ട് ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി ഞങ്ങൾ ജീവിച്ചു കൊള്ളാം. പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് സംരക്ഷിക്കാതെ. ആമേൻ. സ്നേഹപിതാവായ ദൈവമേ, ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്ന വാഗ്ദാനം ഈ ദാസനെ നിറവേറ്റിയിരുന്നുവല്ലോ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ സമ്പന്നരും വിശുദ്ധ അവകാശികളുമാക്കിയതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ ജീവനുള്ള ആലയമായി തീർന്ന് ഞങ്ങൾ സത്യത്തിലും ആത്മാവിനും അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പരിശുദ്ധ കന്യാമറിയത്തിന്റെയും മാറിയത്തിന്റെയും വിശുദ്ധ സ്ത്രീയന്മാരുടെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാശ്ലീഹായുടെയും വേദസാക്ഷികളുടെയും സകല വിശുദ്ധരുടെയും ഞങ്ങളുടെ സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെയും ഇടമധ്യസ്ഥനായ മാർത്തോമാശ്ലീഹായുടെയും പ്രാർത്ഥന ക്രിസ്തീയ ജീവിതത്തിലേക്ക് വളരുവാൻ ഈ ദാസനെ സഹായിക്കുമാറാകട്ടെ. സഹോദരരെ, സ്വർഗീയ മധ്യസ്ഥരുടെ അപേക്ഷ ജീവിതയാത്രയിലൊക്കെ എന്നും കുറയായിരിക്കുകയും ചെയ്യട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.
ഈശോയെ അങ്ങയെ വരവേറ്റിടാം. ദിവ്യകാരുണ്യമാം നിന്റെ സ്നേഹം തിരുവോസ്തിയായി നറുവീഞ്ഞായി അനുഭവമായി നീ എന്നിൽ പകരണേ നിൻ ദിവ്യസ്നേഹം. എൻ ഹൃദയം തുറന്നിന്ന് ഒരു കുഞ്ഞു മന്നയായി ഈശോയെ നീ വാഴണേ. എൻ ജീവനായി നീ മാറണേ. ഒരുക്കണമേ നാഥാ എൻ ഹൃദയത്തെ ഇന്ന് തൂവെള്ള ഓസ്തി പോൽ വെണ്മയായി. കഴുകണമേ എന്നെ നിൻ തിരുരക്തത്താലെ. ഈശോയെ അങ്ങയെ വരവേറ്റിടാം. സ്നേഹബഹുമാനപ്പെട്ട വികാരിയച്ഛ, കൊച്ചച്ഛ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനാകുവാൻ, അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. ഈ ജീവൻ സ്വീകരിക്കാനായി ഞങ്ങളെ ക്ഷണിച്ച സ്നേഹത്തിന്റെ നിറമായ ഞങ്ങളിൽ എഴുന്നള്ളി വന്ന ഈശോ തമ്പുരാനെ നന്ദി പറയാൻ വാക്കുകളില്ല. പരിശുദ്ധ കുർബാന സ്വീകരണം ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു. ഈ ആഗ്രഹത്തെ ആവശ്യമാക്കാൻ സഹായിച്ച എല്ലാ നല്ല മനസ്സുകൾക്കും ഈ നിമിഷം നന്ദി പറയുന്നു. വിശുദ്ധ കുർബാന സ്വീകരണത്തിനായി ഈ മാസക്കാലം ഓരോ ദിവസവും ഞങ്ങളെ അരികിലെത്തുകയും വേണ്ട മാർഗദർശനം നൽകുകയും അതിലുപരി ദൈവസ്നേഹത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട വികാരിയച്ഛനും കൊച്ചച്ഛനും കൃത്യമായ നന്ദി പറയുന്നു. വിശുദ്ധ കുർബാന ഒരു അത്ഭുതമാണ്. ആ സ്നേഹത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ച് നടത്തുകയും വിശുദ്ധ കുമ്പസാരത്തിലേക്ക് ഒരുക്കുകയും ഒപ്പം വേണ്ട മാർഗദർശനം നൽകിയ സ്നേഹഘടന സിസ്റ്റർ ജോണിയെയും സിമി ടീച്ചർക്കും ജാൻ ടീച്ചർക്കും ഒത്തിരി നന്ദി പറയുന്നു. ഡാൻസ് കളിക്കാൻ നേതൃത്വം വഹിച്ച ചേച്ചിമാർക്കും മനോഹരമായി ഗാനങ്ങൾ ആലപിച്ചവർക്കും ദേവാലയ ശുശ്രൂഷയ്ക്കും പ്രത്യേകം നന്ദി. ഈ സുദിനത്തിനായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുക ഞങ്ങളുടെ സ്വന്തം മാതാപിതാക്കൾക്ക് സ്നേഹം നിറഞ്ഞ നന്ദി. പ്രിയമുള്ളവരെ, ഈശോയിൽ ഉള്ളിൽ സ്വീകരിക്കുക ഞങ്ങൾ എന്നും ദിവ്യകാലത്തിന്റെ മക്കളായി ജീവിക്കുവാൻ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇന്നെന്നാവിൽ അനുഭവമായി
ഈശോ നമ്മളെ സ്വീകരിക്കുന്ന പോലെ നമ്മളും ഈശോയെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരെയും സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാനാകുക ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെയും കൊച്ചത്തിൻ്റെയും ബ്രദറിൻ്റെയും ഇവിടെയുള്ള വിശ്വാസ പരിശീലകരുടെയും എല്ലാവരുടെയും പ്രാർത്ഥനാശംസകൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം നേരുന്നു.